CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പെരുമ്പിലാവ് സ്വദേശിനി 17 വയസ്സുള്ള റിയ ഫാത്തിമ, അയ്യമ്പറമ്പ് സ്വദേശിനി 70 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 14 പേർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00 അപകടം. കുറ്റിപ്പുറത്തുനിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന അലങ്കാർ ബസ്സാണ് നിയന്ത്രണം വിട്ട് 5 വാഹനങ്ങളിൽ ഇടിച്ച് സമീപത്തെ വീട്ടുമതിൽ തകർത്ത് നിന്നത്. വടക്കേകാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി. നിക്ഷേപകർക്ക് യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് അഷ്റഫ് തറയിൽ. നിക്ഷേപ കൂട്ടായ്മ രൂപീകരിച്ച് പ്രതിഷേധത്തിനായി ഒരുങ്ങുന്ന സാഹചര്യത്തിൽ മാധ്യമവാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവെന്ന് ആക്ഷേപം. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം ചാവക്കാട് വരെ എത്തിച്ചത് ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിൽ. ഗുരുവായൂരിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 2 കടകളിലുമായി 35,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. തൈക്കാട് പള്ളി റോഡിലെ അവിൽപ്രോ ജ്യൂസ് കടയിലും മാവിൻചുവട്ടിലെ KM ഫ്രൈഡിലുമാണ് മോഷണം നടന്നത്. 2 പേരാണ് 2 കടകളിലും കയറിയിട്ടുള്ളത്. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കേച്ചേരി സെന്റർ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടി ദ്രുതഗതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. കുന്നംകുളത്ത് ബേക്കറിയിൽ മോഷണം. പൂട്ടുതകർത്ത് 1500 രൂപയും വാട്ടർ ബോട്ടിലുകളും കവർന്നു. പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള ഫാമിലി ബേക്കറിയിലാണ് കവർച്ച നടന്നത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭക്തിനിർഭരമായ സമൂഹ സിയാറത്തോടെ പുത്തൻപള്ളി ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. മഹല്ല് ഖത്തീബ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി നേതൃത്വം നൽകി. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ നവാഗത വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന ചടങ്ങ് തേജ് ആരംഭ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കുന്നംകുളം മേഖല 17ാമത് സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വിൽസൺ കണ്ണനായ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15-നാണ് തിരുനാൾ. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ പൗരോഹിത്യ രജത ജൂബിലിയും ദേവാലയം പുതുക്കി പണിതതിന്റെ രജത ജൂബിലിയും ഇടവക ദിനവും ഓഗസ്റ്റ് 9 ഞായറാഴ്ച ആഘോഷിക്കും. പുന്നയൂർക്കുളം മാഞ്ചിറ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറുമായി NK അക്ബർ MLA ചർച്ച നടത്തി. പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി സമർപ്പിച്ച 2.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകണമെന്ന് മന്ത്രിയോട് MLA ആവശ്യപ്പെട്ടു. ചൂണ്ടൽ ഡീപോൾ സ്കൂളിൽ FIFA ഫുട്ബോൾ ലോകകപ്പ് പ്രവചന മത്സര വിജയികളെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. പുന്നയൂർക്കുളം ആൽത്തറ പനന്തറ PWD റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി നിന്നിരുന്ന വലിയ മരങ്ങൾ മുറിച്ചുമാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ RSS നേതാവ് TJ മോഹൻദാസിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് CPM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികളുടെ മക്കൾക്ക് 50,000 രൂപ വിവാഹ സമ്മാനവും ഭദ്രം മരണാനന്തര ഫണ്ടും കൈമാറി. മുതിർന്ന കോൺഗ്രസ് നേതാവ് തൈവളപ്പിൽ സിദ്ദീഖിന്റെ നിര്യാണത്തിൽ UDF അണ്ടത്തോട് മേഖല അനുശോചന യോഗം ചേർന്നു. കോട്ടപ്പടിയിൽ 10 വർഷക്കാലമായി പ്രവർത്തിച്ചുവരുന്ന മാക്സോൾസ് ക്ലബ്ബ് RCUP സ്കൂളിലേക്ക് കായികോപകരണങ്ങൾ നൽകി. ക്ലബിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ബാഡ്മിന്റൺ റാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കളിക്കോപ്പുകൾ സമ്മാനിച്ചത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.